ഗൂഗിളിനെ എങ്ങനെ അഡ്വാൻറ്റേജ് എടുക്കാം, എങ്ങനെ നിങ്ങൾക്ക് ഇന്റർനെറ്റിൽ എക്വിപ്ഡ് ആവാം, എങ്ങനെ ടെക്നോളജിയിൽ എക്വിപ്ഡ് ആവാം എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ സ്കൂൾ സ്റ്റുഡൻസിനൊക്കെ പോയിട്ട് നമ്മുടെ ജേണി ഇതേപോലെയൊക്കെ പറഞ്ഞിട്ട് അവരെ മോട്ടിവേറ്റ് ചെയ്ത് അതേപോലത്തെ കുറച്ച് യങ്ങർ ജനറേഷൻ അടുത്ത ജനറേഷനെ പിക്ക് ചെയ്തുകൊണ്ട് വരാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ നമുക്കറിയാവുന്ന ടെക്നോളജീസ് ഉണ്ട്. നമുക്ക് വെബ്സൈറ്റ് ഡെവലപ്മെന്റ് അറിയാം, വെബ് ആപ്ലിക്കേഷൻ അറിയാം, മൊബൈൽ ആപ്ലിക്കേഷൻ അറിയാം, ഇങ്ങനത്തെ ടെക്നോളജീസ് എല്ലാം അറിയാം. അപ്പോൾ ഈ ടെക്നോളജീസ് എല്ലാം സ്കൂൾ സ്റ്റുഡൻസിനും കോളേജ് സ്റ്റുഡൻസിനും ഈവൻ എഞ്ചിനീയറിംഗിലെ ബിടെക് എംടെക് സ്റ്റുഡൻസിനും വരെ നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. നമുക്ക് ചെറിയ ചെറിയ സംഭവങ്ങളായിട്ട് പറഞ്ഞാലേ മിഷൻ ഈ കേരള എന്ന് പറയുന്നത് നമ്മൾ കേരളത്തിലെ കോളേജുകളിലും സ്കൂളുകളിലും ഒക്കെ ആയിട്ട് ഒരുപാട് ടെക് ഇവന്റ്സും അതുപോലെ തന്നെ സൈബർ സെക്യൂരിറ്റി ICT ട്രെയിനിങ്സ് സ്കൂൾ കുട്ടികൾക്കും ടീച്ചേഴ്സിനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് ഇവന്റ്സ് ഡെയിലി നമുക്ക് ഇതേ ടൈമിൽ തന്നെ കേരളത്തിന്റെ പല ടെക്കീസ് പാർക്കുകളിലും നമ്മുടെ ഇവന്റ്സ് നടക്കുന്നുണ്ട്. ഇപ്പൊ നമുക്ക് കേരളത്തിന്റെ 140 നിയോജക മണ്ഡലങ്ങളിലായിരിക്കും ടാൽറോപ്പിന്റെ ടെക്കീസ് പാർക്കുകൾ വരുന്നത്. സെലക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു സ്കൂൾ. കാരണം ഇന്നിവിടെ വന്നിരിക്കുന്നത് MCA 3rd സെമസ്റ്റർ സ്റ്റുഡൻസ് ആണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഐഡിയ ഇല്ലാത്ത ഇരിക്കുന്നവരാണ്. എസ്പെഷ്യലി ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് എങ്ങോട്ട് പോകണം എന്നറിയാത്ത കുറെ പേരെങ്കിലും ഉണ്ട്. അവരിൽ കുറച്ച് പേർക്കെങ്കിലും ഒരു ഐഡിയ എന്നുള്ളൊരു രീതിയിൽ ഇന്നത്തെ ഈ സംസാരത്തിൽ നിന്നും സ്റ്റാർട്ടപ്സിനെ കുറിച്ചുള്ള ആ ഒരു ക്ലാസ്സിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്.